ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു SP ഫ്യൂച്ചർ. യു ആർ ലിസണിങ് ടു സാദിഖ് പള്ളിക്കൽ. മക്കളെ, സാദിഖ് സാറാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമ്മളൊരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ കാണാത്തവരെന്ത് ചെയ്യുക, ആ വീഡിയോ പോയിട്ട് കാണാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ റെക്കമെൻഡ് ചെയ്യാണ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ കണ്ടുപിടും, നമുക്ക് ഒരുപാട് കണ്ടൻസുകൾ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഒരു 2-3 പാർട്ട് വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിങ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബൈ പ്രോബ്ലം വരെയുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഉള്ള അപ്ഡേഷൻസുകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് നോട്ട്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം നമ്മുടെ ഈ PDF നോട്ട്സുകൾ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് വീഡിയോ കാണാത്തവർ പോയിട്ട് ആ വീഡിയോ കാണുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു SP ഫ്യൂച്ചർ. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ് മക്കളെ? കോസ്റ്റ് കൺസെപ്റ്റ്സ് ആൻഡ് ഇറ്റ്സ് അസർടൈൻമെൻ്റ് ആണ് അല്ലേ? എന്താണ് കോസ്റ്റ് കൺസെപ്റ്റ് ആൻഡ് ഇറ്റ്സ് അസർടൈൻമെൻറ്റ്? എന്താണ് കോസ്റ്റ്, അതെങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇത്. നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നത്. ഞാൻ ഓരോന്നായിട്ട് വായിക്കാൻ നിൽക്കുന്നില്ല, അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോവും. സോ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. സോ ഇതിലുള്ള ഓരോ സാധനങ്ങളും നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, മീനിങ് ഓഫ് കോസ്റ്റ് ആണ്. എന്താണ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. നോക്കൂ നിങ്ങൾ, കോസ്റ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻവേർഡ് ഓർ ആട്രിബ്യൂട്ട് ടു എ ഗിവൺ തിങ് അല്ലേ? എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമൗണ്ടാണ്. എന്ത് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ അല്ലേ എന്ന് പറയുന്നത് ചിലവാണ്. എന്തിന്, ഇൻവേർഡ് ഓർ ആട്രിബ്യൂട്ട് ടു ഗിവൺ തിങ്. ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടായിട്ടുള്ള ചിലവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വേറെ പറയുന്നുണ്ട്. കോസ്റ്റ് ഇസ് എ മെഷർമെൻറ്റ്. കോസ്റ്റ് നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. എങ്ങനെ, ഇൻ മോണിറ്ററി ടേംസ് ഓഫ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ റെൻഡറിങ് സർവീസ്. ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ചിലവുകളെ, നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, മോണിറ്ററി ടേംസിൽ നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് ഒരു വാച്ച് ഉണ്ടാക്കാൻ നമുക്ക് ഒരു 100 രൂപ നമുക്ക് ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ ആ 100 രൂപയാണ് എന്ത്, നമ്മുടെ കോസ്റ്റ്. ആ റിസോഴ്സസുകളെ പ്രൊഡക്റ്റാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് ഉണ്ടാവുന്ന ചിലവ് എത്രയാണോ അതാണ് എന്ത്, കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ദെൻ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. എന്തെല്ലാമാണ് കോസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസുകൾ നോക്കൂ നിങ്ങൾ. ദർ ആർ വേരിയസ് ബേസിസ് അക്കോർഡിംഗ് ടു വിച്ച് കോസ്റ്റ് ഹാവ് ബീൻ ക്ലാസിഫൈഡ്. നമുക്ക് പല ക്ലാസിഫിക്കേഷൻസിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ട കുറച്ച് ബേസിസുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെയാണ് ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെയോ ഓൺ ദ ബേസിസ് ഓഫ് ഐഡൻറ്റിഫയബിലിറ്റി വിത്ത് പ്രൊഡക്റ്റിൻ്റെ കൂടെ വരുന്നതിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പിന്നെയോ ഓൺ ദ ബേസിസ് ഓഫ് വേരിയബിലിറ്റിൻ്റെ ബേസിസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ കോസ്റ്റിനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഈ ഫംഗ്ഷൻ്റെ ബേസിൽ വേറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഐഡൻറ്റിഫയബിലിറ്റിൻ്റെ ബേസിൽ വേറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, വേരിയബിലിറ്റിൻ്റെ ബേസിൽ വേറെ ക്ലാസിഫിക്കേഷൻസുകളുണ്ട്. ഓക്കെ, ഏതെല്ലാമാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഓൺ ദ ബേസ് ഓഫ് ഫംഗ്ഷൻ്റെ ബേസിൽ നമ്മൾ എങ്ങനെയാണ് കോസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ട്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ആയിരിക്കും അല്ലേ? അപ്പോൾ ആ ആക്ടിവിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ എത്രണ്ണായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഫസ്റ്റ് ഒന്ന് നോക്കുന്നത് നിങ്ങൾ എന്താണ്, മാനുഫാക്ചറിങ് കോസ്റ്റുകളെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? ഫസ്റ്റ് എന്താണ് മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, രണ്ടും സെയിം മീനിങ് അല്ലേ? മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിർമ്മിക്കുകയാണ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉണ്ടാക്കലാണ്. ദെൻ പിന്നെയോ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകളുണ്ട്. അത് ഏതെല്ലാമാണ്, വളരെ സിമ്പിൾ സാധനങ്ങളാണ് കേട്ടോ. ദെൻ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ എന്തെല്ലാമാണ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലുണ്ടാവുന്ന സാധനങ്ങൾ എന്തെല്ലാമാണ്. അതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറയാൻ പോകുന്നത്. സോ ഈ കാണുന്ന 4 ഐറ്റംസ് ആണ് എന്ത്, നമ്മൾ ഫങ്ഷണൽ ബേസിസ് ഓഫ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഫംഗ്ഷൻ്റെ ബേസിൽ നമ്മൾ പ്രധാനമായിട്ടും
4 എന്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, കോസ്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിന് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നോക്ക് നിങ്ങൾ. ഫസ്റ്റ് വണ്ണായിട്ട് പറയുന്നത് എന്താണ്, മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലേ, നമ്മളല്ലെങ്കിൽ അതിന് വിത്ത് പേരിലും പറയും പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കാം എന്താണ് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനുഫാക്ചറിങ് കോസ്റ്റ് റെഫേഴ്സ് ടു all expenditure incurred in the course of production from acquisition of material to primary packing of the finished product. അതായത് മാനുഫാക്ചറിങ് കോസ്റ്റിൽ എന്തൊക്കെ പെട്ടും, നമ്മൾ സാധനം ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് അക്വയർ ചെയ്യുന്നത് മുതൽ പ്രൈമറി പാക്കിംഗ്, അത് നമ്മൾ ആദ്യമായിട്ട് പാക്ക് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കോസ്റ്റുകളെയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, മാനുഫാക്ചറിങ് എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മളൊരു തീപ്പെട്ടി വാങ്ങുകയാണെങ്കിൽ, അപ്പോൾ തീപ്പെട്ടി പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നില്ലേ. അപ്പോൾ തീപ്പെട്ടി ഉണ്ടാക്കാനുള്ള അതിൻ്റേതായിട്ടുള്ള മരത്തിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്യുന്നത്, അതിനെ വെട്ടി ഉണക്കിയെടുത്ത് നമ്മൾ എന്താക്കുന്നത്, ലാസ്റ്റ് തീപ്പെട്ടി പരുവമാക്കി ദെൻ തീപ്പെട്ടിയുടെ കൂടുതലാക്കുന്നുണ്ട് അല്ലേ. ഈ ഒരു എൻ്റയർ പ്രോസസ്സിനെ നമുക്ക് ഏതിൽ പെടുത്താൻ പറ്റും, മാനുഫാക്ചറിങ് കോസ്റ്റിൽ പെടുത്താൻ പറ്റും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു സാധനം അതിൻ്റെ റോ മെറ്റീരിയൽ അവസ്ഥയിൽ നിന്നും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന ആ ഒരു എൻ്റയർ പ്രോസസ്സിൽ വരുന്ന ചിലവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് ലേബർ ആൻഡ് അതർ ഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, അത് ഇൻക്ലൂഡ് ആയിട്ട് വരും. അഥവാ നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം എന്തൊക്കെയായിട്ടാണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും മാനുഫാക്ചറിങ് ഓവർ ഹെഡ്സുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും മാനുഫാക്ചറിങ് കോസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്, നമ്മുടെ തടിയാണ്. ദെൻ ഡയറക്റ്റ് ലേബർ എന്താണ്, സാധനം ഉണ്ടാക്കുന്ന പണിക്കാരന് എടുക്കുന്ന കൂലി. മാനുഫാക്ചറിങ് ഓവറായിട്ട് അത് വെച്ചിട്ട് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വരുന്ന മറ്റു ചില തരത്തിലുള്ള എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനുഫാക്ചറിങ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ടെൻഷൻ ആവേണ്ട, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്, അതിന് എക്സാമ്പിൾസുകൾ എന്താണ്, ഡയറക്റ്റ് ലേബർ എന്താണ്, അതിന് എക്സാമ്പിളുകൾ എന്താണ്, മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എന്താണ്, അതിൻ്റെ എക്സാമ്പിളുകൾ എന്താണ് എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകളാണ്. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്, ഡയറക്റ്റ് ലേബർ എന്താണ്, മാനുഫാക്ചറിങ് ഓവർ ഹെഡ്സ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് പറയാം. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് നമ്മുടെ ഫങ്ഷണൽ കോസ്റ്റുകൾ ഏതെല്ലാമാണ് എന്നുള്ള ആദ്യം തന്നെ നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെ, ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഏതാണ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകളാണ് അല്ലേ. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഇൻക്ലൂഡ് ഓൾ കോസ്റ്റ് ദാറ്റ് ആർ ഇൻകേർഡ് ഫോർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുണ്ടാവുന്ന കോസ്റ്റുകളെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റും ഓഫീസ് കോസ്റ്റും രണ്ടും ഡിഫറൻസ് ആക്കാൻ പറ്റും നമുക്ക്. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കോസ്റ്റുകൾ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റിൽ പെടുത്താൻ പറ്റും. അതുപോലെ നമ്മുടെ ബിൽഡിങ്ങിന് റെൻറ്റ് കൊടുക്കുക, കാര്യങ്ങളൊക്കെ അതിൽ പെടും. ഓക്കെ, ഇവിടെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് സച്ച് കോസ്റ്റ് ആർ സാലറീസ് ഓഫ് ദ ഓഫീസ് സ്റ്റാഫ്, ഓഫീസ് സ്റ്റാഫിൻ്റെ സാലറി. പിന്നെയോ റെൻറ്റ് ഓഫ് ദ ഓഫീസ് ബിൽഡിംഗ്, ഓഫീസ് ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്. പിന്നെയോ ഡിപ്രിസിയേഷൻ ആൻഡ് റിപ്പയേഴ്സ് ഓഫ് ദ ഓഫീസ് ഫർണിച്ചർ, ഓഫീസിൻ്റെ ഫർണിച്ചേഴ്സിൻ്റെ റിപ്പയേഴ്സും മെയിൻ്റനൻസും കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാമാണ് എന്ത്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അഥവാ ജനറൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കാൻ നമുക്ക് കാണാം അല്ലേ, സാലറീസ് ഉണ്ടായിരിക്കും, ഫീസ്, നമ്മൾ കൊടുക്കുന്ന റെൻറ്റ്, സ്റ്റേഷനറി എക്സ്പെൻസുകൾ, നമ്മൾ പെന്നും സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ സ്റ്റാപ്ലർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഓഫീസിലേക്ക് വാങ്ങുന്നേ, ആ തരത്തിലുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ 2 ടൈപ്പ് കോസ്റ്റുകൾ പറഞ്ഞു, മാനുഫാക്ചറിങ് കോസ്റ്റും പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റീവും പറഞ്ഞു. ഇനി നമുക്ക് സെല്ലിങ്ങും ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് എന്തുള്ളത്, ബാക്കിയുള്ളത്. സോ നമ്മൾ പറയാൻ പോകുന്നതാണ് എന്താണ് സെല്ലിംഗ് കോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കാം. എന്താണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, സെല്ലിംഗ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ സെയിൽ ഓഫ് ഗുഡ്സ് അല്ലേ. ഒരു സാധനം വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉണ്ടാവുന്ന അഡീഷണൽ എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെല്ലിംഗ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. സെല്ലിംഗ് കോസ്റ്റിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്,
ആ കോസ്റ്റ് ഓഫ് വെയർ ഹൗസിങ്, അഡ്വർടൈസിങ്, സെയിൽസ്മാൻ സാലറി എക്സെട്ര അല്ലേ. നമ്മൾ സാധനം റോ മെറ്റീരിയൽ വാങ്ങി അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നത് വരെയുള്ള ചിലവുകൾ ഏതാണ്? മാനുഫാക്ചറിങ്ങിലാണ് അല്ലേ. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ പറഞ്ഞു എന്താണ് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ പറഞ്ഞു. ദെൻ സെല്ലിംഗ് കോസ്റ്റോ, നമ്മൾ ഉണ്ടാക്കി ഈ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ത് ജനങ്ങൾ വാങ്ങുന്നതോ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് കോസ്റ്റ് എന്ന് പറയുന്നത്? സെല്ലിംഗ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ സെല്ലിംഗ് കോസ്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? നമ്മൾ സാധനം സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലമാണ് എന്ത്? നമ്മുടെ ഗോഡൗൺ അഥവാ വെയർ ഹൗസുകൾ എന്ന് പറയും അല്ലേ. അവിടെ സൂക്ഷിച്ച് വെക്കുമ്പോൾ വെയർ ഹൗസിലുള്ള ആൾക്ക് കൊടുക്കുന്ന സാലറി, വെയർ ഹൗസിൻ്റെ റെൻ്റ് ഉണ്ടെങ്കിൽ ആ റെൻറ്റ്, ഇതൊക്കെ എന്തിൽ പെടുത്താം? നമുക്ക് സെല്ലിംഗ് കോസ്റ്റിൽ പെടുത്താം. പിന്നെയോ അഡ്വർടൈസിങ്, അത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ടിണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ. അഡ്വർടൈസിങ് അറിയാത്തവരാരുമില്ല. സോ അഡ്വർടൈസിങ് എന്താണ്? നമുക്ക് നല്ല ചിലവുള്ളൊരു പരിപാടിയാണ്. അതും എന്തിനാണ് വിടുക? സെല്ലിംഗ് കോസ്റ്റിലാണ് വിടുക. പിന്നെ സെയിൽസ്മാൻ സാലറി അല്ലേ, സാധനം വിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്ന സാലറി. അപ്പോൾ ഇങ്ങനെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കോസ്റ്റുകളെല്ലാം നമുക്ക് എന്ത് പറയാൻ പറ്റും? സെല്ലിംഗ് എക്സ്പെൻസുകൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, താഴത്ത് നോക്കി നിങ്ങൾക്ക് കാണാം ഏതെല്ലാമാണെന്നല്ലേ. അഡ്വർടൈസിങ് എക്സ്പെൻസ് അല്ലേ, പിന്നെയോ ഷിപ്പിംഗ് എക്സ്പെൻസ് അഥവാ നമ്മൾ ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും, വിൽക്കേണ്ട സ്ഥലത്തേക്ക് ഷോപ്പുകളിലേക്ക് എത്തിക്കും, അതിന് വേണ്ടി ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ നമുക്ക് എന്തിൽ പെടുത്താൻ പറ്റും? സെല്ലിംഗ് എക്സ്പെൻസുകളിൽ പെടുത്താൻ പറ്റും. പിന്നെയോ സെയിൽസ് ടീം അല്ലേ, സെയിൽസ് ടീംസിന് നമ്മൾ കൊടുക്കുന്ന സാലറിയും കാര്യങ്ങളും നമുക്ക് എന്തിൽ പെടുത്താൻ പറ്റും? സെല്ലിംഗ് എക്സ്പെൻസിൽ പെടുത്താൻ പറ്റും. പിന്നെയോ സോഷ്യൽ മീഡിയ അല്ലേ, ഇപ്പം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആയിട്ട് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു ഫോം ഓഫ് എന്താണ്? സെല്ലിംഗ് മെത്തേഡാണേത്, നമ്മൾ അഡ്വർടൈസിങ് മെത്തേഡാണേത്? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലേ. സോ അതിലൂടെയുള്ള സംഭവങ്ങൾ. പിന്നെയോ പ്രൊമോഷണൽ എക്സ്പെൻസ്, നമ്മൾ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടോ അങ്ങനെ പല രീതിയിലും ചെയ്യുന്നത്. പിന്നെയോ ട്രേഡ് ഷോ എക്സ്പെൻസ്, നമ്മൾ പല ഷോകളും കാര്യങ്ങളും കണ്ടക്ട് ചെയ്തുകൊണ്ടുള്ള അപ്പോൾ വരുന്ന ചിലവുകൾ. ഇതെല്ലാം എന്തിനാണ് വിടുക? നമ്മുടെ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനം സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവുന്ന അഡീഷണൽ എക്സ്പെൻസുകൾ എന്തെല്ലാമാണോ അതെല്ലാം നമുക്ക് എന്തിൽ പെടുത്താൻ പറ്റും? സെല്ലിംഗ് കോസ്റ്റിൽ പെടുത്താൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലേ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി 3 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 4-മതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. നോക്കാം നമുക്ക് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് ഓൺ ഡിസ്പാച്ച് ഓഫ് ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ടു കസ്റ്റമർ ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ. അതായത് എന്താണ്? നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള സാധനം കസ്റ്റമറിന് ഡിസ്പാച്ച് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് കൊണ്ടുപോയി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ ഇതിൽ പെടുത്തുന്നത്? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റുകൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പാക്കിങ് ചെയ്യും അല്ലേ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, പാക്കേജിങ്, അതുപോലെ ക്യാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമട്ടുകൂലി കാര്യങ്ങളൊക്കെ നമ്മളത് വണ്ടിയിലേക്ക് കയറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഫീസ്, കൂലി. ദെൻ ഇൻഷൂർ, നമ്മൾ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇൻഷൂർ ചെയ്യണം അല്ലേ. എന്താണ്? നഷ്ടം വന്ന് പോകുമെന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷൂർ ചെയ്യണം. അപ്പോൾ ഇൻഷുറൻസിൻ്റെ കൂലി അതെവിടെയാണ് വിടുക? ഡിസ്ട്രിബ്യൂഷനാണ് വിടുക. ഫ്രൈറ്റ് ഔട്ട് വാർഡിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സമയത്തുള്ള സാധനം ഇറക്കുന്ന സമയത്തുള്ള ചുമട്ടുകൂലി, ഈ വക കാര്യങ്ങളൊക്കെ ഇതിലാണ് വിടുക? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിലാണ് വിടുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ പറയാനുള്ളത്. അപ്പോൾ ഇതോടുകൂടെ നമ്മൾ എന്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്? നമ്മുടെ ഓൺ ദ ബേസ് ഓഫ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. 4 ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു, സെല്ലിങ് പറഞ്ഞു, അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങും പറഞ്ഞു. 4 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫങ്ഷണൽ ബേസിലുള്ള അല്ലേ. ഇനി നമുക്കുള്ളത് എന്തിൻ്റെ ബേസിലാണ്? ഐഡൻറ്റിഫയബിലിറ്റി വിത്ത് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൻ്റെ കൂടെ ഉള്ളതിൻ്റെ ബേസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള നോക്കുന്നതാണ് എന്ത് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിഫയബിലിറ്റിൻ്റെ ബേസിൽ നമുക്ക് എത്ര ആക്കാൻ പറ്റും? ഓൺ ദ ബേസ് ഓഫ് കോസ്റ്റ് ആർ ഡിവൈഡഡ് ഇൻ ടു. ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ ഉണ്ടോ ഇല്ല എന്നുള്ളതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഏതൊക്കെ? ഡയറക്റ്റ് കോസ്റ്റും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റും. ഓക്കെ, ഡയറക്റ്റ് കോസ്റ്റുകളുണ്ടായിരിക്കും, ഇൻഡയറക്റ്റ് കോസ്റ്റുകളുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. എന്നെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡയറക്റ്റ് കോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കൂ നിങ്ങൾ, എന്താണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് കോസ്റ്റ് റെഫേഴ്സ് ടു എക്സ്പെൻസസ് വിച്ച് ക്യാൻ ബി ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് കോസ്റ്റുകൾ എന്ന് പറയുന്നത്? ഡയറക്റ്റ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ നമുക്ക് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന മാനുഫാക്ചറിങ് എക്സ്പെൻസുകൾ, അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കാൻ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന വേജ്, അല്ലെങ്കിൽ നമുക്കത് സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിരുന്ന ഫ്ലൈറ്റ് ചാർജുകൾ,
ട്രാൻസ്പോർട്ടേഷൻ ചാർജുകൾ, ഇതിനെല്ലാം നമുക്ക് എന്തിൽ പെടുത്താൻ പറ്റും? നമ്മുടെ ഡയറക്റ്റ് കോസ്റ്റുകളിൽ പെടുത്താൻ പറ്റും. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമ്മൾ നേരത്തെ ഡിസ്പാച്ചിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തിൻ്റെ ബേസിലായിരുന്നു? ഓരോ ഫംഗ്ഷൻ ബേസിലായിരുന്നു അവിടുത്തെ ക്ലാസിഫിക്കേഷൻ. ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്, ഐഡൻറ്റിഫയബിലിറ്റീൻ്റെ ബേസിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഇവിടെ പറയാൻ പറ്റും ഡയറക്റ്റ്ലി വരും. കാരണം എന്താണ്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ആ ഒരു കോസ്റ്റ് ഇമ്പോസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ മുകളിൽ നമുക്ക് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഡയറക്റ്റ് കോസ്റ്റിൽ പെട്ടുള്ള കോസ്റ്റാണ് ഇത് എംപ്ലോയീസിൻ്റെ വേജസും ഫ്ലൈറ്റും മാനുഫാക്ചറിങ് കോസ്റ്റുകളും എല്ലാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ടൈപ്പാണ് ഏത്? ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ. എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്? 2 ടൈപ്പാണുള്ളതെന്ന് പറഞ്ഞു, ഡയറക്റ്റും ഇൻഡയറക്റ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ? ഇൻഡയറക്റ്റ് കോസ്റ്റ് റെഫേഴ്സ് ടു ദോസ് എക്സ്പെൻസ് വിച്ച് കനോട്ട് ബി ഈസിലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ എ ജോബ് ഓർ പ്രോസസ്. ഒരു ജോബിൻ്റെ മുകളിൽ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. അല്ലേ, ഒരു ജോബിൻ്റെ മുകളിൽ ഡയറക്റ്റ്ലി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് കോസ്റ്റിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് നമ്മളെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റുകൾ നമുക്ക് എന്തിൽ പെടുത്താൻ പറ്റുന്നതാണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ് പെടുത്താൻ പറ്റുന്നതാണ്. അഥവാ നമ്മുടെ ഓഫീസിലുള്ള ആളുടെ സാലറി കൊടുക്കുന്നത്, അതുപോലെ നമ്മുടെ ഓഫീസ് ക്ലീനിങ്ങിൻ്റെ സാലറി, അതുപോലെ നമ്മുടെ ഓഫീസിൻ്റെ റെൻറ്റ്, അതേപോലെ നമ്മുടെ ഓഡിറ്റേഴ്സിന് കൊടുക്കുന്ന ഫീസ്, ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? ഇൻഡയറക്റ്റ് കോസ്റ്റിൽ പെടുന്നതാണ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ എന്തുണ്ടാക്കുന്നു, ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ടോയ്സ് ഉണ്ടാക്കുന്നു അല്ലേ, ആ ടോയ്സ് ഉണ്ടാക്കുന്നതിന് ഇപ്പോൾ നമുക്ക് റെൻറ്റോ കാര്യങ്ങളോ കൊടുക്കണമെന്നില്ല. പക്ഷേങ്കിൽ അതുണ്ടാക്കുന്ന റൂമിന് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? റെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ റെൻറ്റിൻ്റെ എമൗണ്ട് നമുക്ക് ഏതിലേക്കും കൂടി കണക്ട് ചെയ്യണം? ആ ഒരു ടോയിലേക്കും കൂടി കണക്ട് ചെയ്യണ്ടേ? സോ അത്തരത്തിൽ വരുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് കോസ്റ്റ്. നമുക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ കാണുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇപ്പോൾ ഫാക്ടറിന് കൊടുക്കുന്ന ബിൽഡിങ്ങിന്, ഫാക്ടറി ബിൽഡിങ്ങിന് കൊടുക്കുന്ന റെൻറ്റ്, ആ പ്രൊഡക്ഷൻ മാനേജറിന് കൊടുക്കുന്ന സാലറി, ഇതെല്ലാം എന്താണ്? ഇൻഡയറക്റ്റ് ആണ്. നേരെ മറിച്ച് ഇപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ആണ്. അത് ഉണ്ടാക്കുന്ന ആളെ കാര്യങ്ങൾ നോക്കുന്ന ആൾക്ക് കൊടുക്കുന്നതോ അത് ഇൻഡയറക്റ്റ് ആണ്. മനസ്സിലായോ? അത്രയാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്? ഡയറക്റ്റ് കോസ്റ്റിലും ഇൻഡയറക്റ്റ് കോസ്റ്റിലും പറയാനുള്ളത്. ഇത് എന്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു? ഓൺ ദ ബേസിസ് ഓഫ് ഐഡൻറ്റിഫയബിലിറ്റി ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫയബിൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് രണ്ടെണ്ണമാക്കാൻ പറ്റുമായിരുന്നു. അതാണ് ഏതൊക്കെ? ഡയറക്റ്റും അതുപോലെ തന്നെ ഏതും ഇൻഡയറക്റ്റും. ദെൻ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എന്തിൻ്റെ ബേസിലാണ്? ബേസിസ് ഓഫ് വേരിയബിലിറ്റി. എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമുക്ക് എത്ര ഉണ്ട്? 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, വേരിയബിൾ കോസ്റ്റും ഉണ്ട്, പിന്നെ എന്തുണ്ട്? സെമി വേരിയബിൾ അല്ലെങ്കിൽ സെമി ഫിക്സഡ് കോസ്റ്റുകളുണ്ട്. ഓക്കെ, 3 ടൈപ്പാണ് ഏതിൻ്റെ ബേസിലുള്ളത്? വേരിയബിലിറ്റിൻ്റെ ബേസിലുള്ളത്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാറ്റില്ലാതെ നിൽക്കുന്നത്. വേരിയബിൾ പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നത്. സെമി വേരിയബിൾ പറഞ്ഞാൽ കുറച്ച് വരെ ഫിക്സഡ് ആയിരിക്കും, പിന്നെ എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കും. അത്തരത്തിലുള്ളതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഫസ്റ്റ് വൺ നോക്കോ നിങ്ങൾ, എന്താണ് ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ മക്കളെ, ഞാൻ സ്പീഡ് കൂടുന്നില്ലല്ലോ ക്ലാസ്സിൻ്റെത്. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ, സാറേ ക്ലാസ്സിൻ്റെ സ്പീഡ് കൂടുന്നുണ്ട്, സാറൊന്ന് സ്ലോ ആക്കണം എന്നുള്ളത് പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്ലോ ആക്കുന്നുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് സെക്ഷനിൽ നിങ്ങളത് പറയണം കേട്ടോ. ഓക്കെ, സോ നമ്മുടെ വേരിയബിലിറ്റിൻ്റെ ബേസിലുള്ള ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഏത്? ഫിക്സഡ് കോസ്റ്റ്. എന്താണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കൂ നിങ്ങൾ, കോസ്റ്റ് വിച്ച് റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ വോളിയം ഓഫ് ഔട്ട്പുട്ട്. വോളിയം ഓഫ് ഔട്ട്പുട്ട് മാറിക്കഴിഞ്ഞാലും എന്ത് ചേഞ്ച് ചെയ്യാതെ കിടക്കുന്ന ടാക്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? റെൻറ്റ് ഓഫ് ദ ഫാക്ടറി ബിൽഡിങ്, സാലറി ഓഫ് ദ പ്രൊഡക്ഷൻ മാനേജർ. ഇല്ലേ, ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? നമ്മളൊരു കുട ഉണ്ടാക്കുന്ന കമ്പനിയാണ്. കുട ഉണ്ടാക്കുന്ന കമ്പനിയിൽ എന്ത് ചെയ്ത് നമുക്ക് 10 കുട ഉണ്ടാക്കിയാലും ഇനി 20 കുട ഉണ്ടാക്കിയാലും 100 കുട ഉണ്ടാക്കിയാലും അവിടുത്തെ റെൻറ്റ് മാസത്തിലാണെങ്കിൽ നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് സെയിം അല്ലേ? ഫോർ എക്സാമ്പിളായിട്ട് ഒരു ദിവസം 100 രൂപയുടെ കോസ്റ്റ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എത്ര 10 എണ്ണം ഉണ്ടാക്കിയാലും 100 എണ്ണം ഉണ്ടാക്കിയാലും എന്ത് ഫാക്ടറിൻ്റെ റെൻറ്റ് എന്തെന്നായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. സോ അതിലെന്തുണ്ടായിരിക്കില്ല? മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മളൊരു മെച്ചം എന്താണ്? ഫിക്സഡ് കോസ്റ്റുകളാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഒന്നിലേക്ക് പോകുന്ന കോസ്റ്റിൻ്റെ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും അല്ലേ? കുറച്ച് ഫിക്സഡ് കോസ്റ്റിൻ്റെ എക്സാമ്പിൾസിൽ താഴെ തന്നിട്ടുണ്ട്. സാലറീസ്. ആരുടെ സാലറീസ്? ഈ പ്രൊഡക്ഷൻ മാനേജറുടെ സാലറി, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ബിൽഡിങ്ങിൻ്റെ വാച്ച്മാൻ്റെ സാലറി. ഇതൊക്കെ നമുക്ക് ഇതിൽ പെടുത്താൻ പറ്റുന്നതാണ്, ഫിക്സഡ് കോസ്റ്റിൽ പെടുത്താൻ പറ്റുന്നതാണ്. ദെൻ ഇൻഷുറൻസ് അല്ലേ, നമ്മൾ എത്ര ഉണ്ടാക്കിയാലും നമ്മുടെ ബിൽഡിങ്ങിന് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ സെയിം ആണ്, അതിലൊരു മാറ്റമില്ല. പിന്നെയോ യൂട്ടിലിറ്റീസിന് അതേപോലെ തന്നെ റെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു.
പ്രോപ്പർട്ടി ടാക്സിലെ സാധനം പ്രോപ്പർട്ടി ടാക്സ് നമ്മൾ എത്ര യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും അതിലൊരു മാറ്റമില്ല. പിന്നെയോ ഡിപ്രിസിയേഷൻ അല്ലേ, നമ്മൾ എത്ര യൂണിറ്റ് ഉണ്ടാക്കിയോ ഇല്ല എന്നുള്ള കണക്കില്ല. ഡിപ്രിസിയേഷൻ എന്താണെന്നനുസരിച്ചിരിക്കും നമ്മുടെ സമയം കഴിഞ്ഞ് പോകുന്നതിനനുസരിച്ചിട്ട് എന്തായിരിക്കും നമ്മുടെ ഡിപ്രിസിയേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്, നമ്മുടെ ഫിക്സഡ് കോസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഏതാണ് മക്കളെ, വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, കോസ്റ്റ് which increase or decrease in direct proportion to change in the volume of output are termed as variable cost. അല്ലേ, എന്താണ് നമ്മൾ യൂസ് ചെയ്തതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ 2 യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കോസ്റ്റ് കൂടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കുന്നു, ചെയർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും എന്ത് യൂസ് ചെയ്യണം, നമ്മൾ മരം നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തടി നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ തടി യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, വീണ്ടും തടിയുടെ എണ്ണം കൂടി വരികയാണ് അല്ലേ. നമുക്ക് ഒരു തടി ഉണ്ടാക്കാൻ ഉള്ള അതേ സാധനം പോരാ 2 തടി ഉണ്ടാക്കാൻ. സോ തടിയുടെ ആ ഒരു എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു, കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എക്സ്ട്രാ ഉണ്ടാവുന്ന ചിലവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കോസ്റ്റ് വിച്ച് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ചേഞ്ച് ഇൻ ദ വോളിയം. ഇവിടെ എണ്ണം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കോസ്റ്റ് കൂടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എണ്ണം കുറയുന്നുണ്ടെങ്കിൽ കോസ്റ്റ് കുറയുക, അല്ലെങ്കിൽ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ കോസ്റ്റ് കൂടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഏത്, സെമി വേരിയബിൾ കോസ്റ്റ് ഓർ ഫിക്സഡ് കോസ്റ്റ്. ഒന്നെങ്കിൽ പകുതി ഫിക്സഡും അല്ലെങ്കിൽ പകുതി വേരിയബിളും, അത്തരത്തിലുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ എന്താ പറയുന്നത് സെമി വേരിയബിൾ ഓർ സെമി ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ഏതൊക്കെയാണ് നമുക്കുള്ളത്, ദീസ് കോസ്റ്റ് ആർ partly variable and partly fixed and as such are also known as semi fixed cost. അല്ലേ, കുറച്ച് ഫിക്സഡും കുറച്ച് വേരിയബിൾ ആണ്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മുടെ മൊബൈലിലൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ചില പ്ലാനുകൾ എന്താണ്, ഇത്ര ഒരു വരെ നമുക്ക് എന്തില്ല എക്സ്പെൻസ് ഇല്ല, അതിന് ശേഷം നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു 1 hour വരെ നമുക്ക് എന്തില്ല എക്സ്പെൻസ് ഇല്ല, 1 hourന് ശേഷം നമുക്ക് എന്തായിരിക്കും എക്സ്പെൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താണ്, ആ 1 hour വരെ നമുക്ക് എന്താണ് ഫിക്സഡ് ആണ്, അവിടെ ചേഞ്ച് ഒന്നുമില്ല. 1 hourന് ശേഷം എന്താണ് വേരിയബിൾ ആണ്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ എന്തെടുക്കാനാണ്, നമ്മുടെ വൈഫൈ കണക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിലെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് എന്തുണ്ട് 80 മീറ്റർ വരെ നമുക്ക് ലൈനിന് നമുക്ക് ഫ്രീ ആണ്. 80 മീറ്ററിന് ശേഷമുള്ള ഓരോ മീറ്ററും നമുക്ക് 16 രൂപ നമുക്ക് എന്താണ് ചാർജബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ 80 മീറ്റർ വരെ എന്താണ് ഫിക്സഡ് ആണ്. ഇപ്പോൾ 80 മീറ്ററിന് മുകളിലേക്ക് നമ്മൾ എത്ര മീറ്റർ എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പൈസ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ എക്സ്ട്രാ പേയ്മെൻ്റ് ആയിട്ട് വരുന്നതാണ് ഏത്, നമുക്ക് ഇവിടെ വരുന്ന സെമി വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ സെമി ഫിക്സഡ് കോസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതേപോലെ ടെലിഫോണിൻ്റെ കേസുകളിലും അങ്ങനെ ഉണ്ട് അല്ലേ. സോ അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, നമ്മുടെ ക്ലാസിഫിക്കേഷൻസ് ഓഫ് എന്ത് വരുന്നത് കോസ്റ്റ് വരുന്നത് അല്ലേ. നമ്മൾ പ്രധാനമായിട്ടും 3 എണ്ണമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ, ഓൺ ദ ബേസിസ് ഓഫ് ഐഡൻറ്റിഫിയബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് ദെൻ പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞതാണ് വേരിയബിലിറ്റി അല്ലേ. വേരിയബിലിറ്റിൻ്റെ ബേസിലും നമ്മൾ എന്ത് ചെയ്തു കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 3 ക്ലാസിഫിക്കേഷൻസാണ് നമ്മൾ എന്ത് ചെയ്തത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ലവണ്ണം എന്ത് ചെയ്യുക, വീഡിയോസ് നന്നായിട്ടൊന്ന് വാച്ച് ചെയ്ത് ഓരോന്നും മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും വരുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന എന്തായിരിക്കും, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ് കോസ്റ്റ് യൂണിറ്റ് എന്നുള്ള ഭാഗമായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശരി, ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക കേട്ടോ. തൽക്കാലം സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ സാദിഖ് പള്ളിക്കൽ.